എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെപ്യൂട്ടി മാനേജർ ഇൻ KSKRDB എക്സാമുമായി ബന്ധപ്പെട്ട് പാർട്ട് 2 IT ആൻഡ് സൈബർ ലോ മൊഡ്യൂൾ 3 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ക്ലാസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which is the lowest layer of the OSI reference model? Option A network layer, Option B session layer, Option C physical layer, Option D data link layer. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? OSI റെഫറൻസ് മോഡലിലെ ഏറ്റവും ലോവസ്റ്റ് ലെയർ ഏതാണ്? ഏറ്റവും താഴെ കിടക്കുന്ന ലെയർ ഏതാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഫിസിക്കൽ ലെയർ. എന്താണ് OSI റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പ്രതിപാദിക്കുന്ന റെഫറൻസ് മോഡലാണ് OSI റെഫറൻസ് മോഡൽ. OSI അതിന്റെ ഫുൾ ഫോം എങ്ങനെയാ? ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ. ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ ഇത് ഡെവലപ്പ് ചെയ്തത് ISO ആണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ISO ഡെവലപ്പ് ചെയ്തിട്ടുള്ള റെഫറൻസ് മോഡലാണ് OSI റെഫറൻസ് മോഡൽ. OSIയുടെ ഫുൾ ഫോം ആണ് ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ. എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പ്രതിപാദിക്കുന്ന റെഫറൻസ് മോഡലാണ് ഓപ്പൺ സിസ്റ്റംസ് ഇന്റർ കണക്ഷൻ. OSIയിൽ ആകെ എത്ര ലെയർ ഉണ്ട്? 7 ലെയേഴ്സ്. അതും പ്രീവിയസ് ആണ്. OSI റെഫറൻസ് മോഡലിൽ ആകെയുള്ള ലെയേഴ്സിന്റെ എണ്ണം 7. അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ലെയർ ആണ് ഫിസിക്കൽ ലെയർ. നോക്കാം. ഒന്നാമത്തെ ഫിസിക്കൽ ലെയർ, രണ്ടാമത്തെയാണ് ഡാറ്റ ലിങ്ക് ലെയർ, മൂന്നാമത്തെയാണ് നെറ്റ്വർക്ക് ലെയർ, നാലാമത്തെയാണ് ട്രാൻസ്പോർട്ട് ലെയർ, അഞ്ചാമത്തെയാണ് സെഷൻ ലെയർ, ആറാമത്തെയാണ് പ്രസന്റേഷൻ ലെയർ, ഏഴാമത്തെയാണ് ആപ്ലിക്കേഷൻ ലെയർ. നോക്കാം. OSI റെഫറൻസ് മോഡലിൽ ആകെ 7 ലെയേഴ്സ്. അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ലെയറാണ് നമുക്ക് PSC വെച്ച്. അതിന് ആൻസർ ഫിസിക്കൽ ലെയർ. ഒന്നാമത്തെ ഫിസിക്കൽ ലെയർ, രണ്ടാമത്തെ ഡാറ്റ ലിങ്ക് ലെയർ, മൂന്നാമത്തെ നെറ്റ്വർക്ക് ലെയർ, നാലാമത്തെ ട്രാൻസ്പോർട്ട് ലെയർ, അഞ്ചാമത്തെ സെഷൻ ലെയർ, ആറാമത്തെ പ്രസന്റേഷൻ ലെയർ, ഏഴാമത്തെ ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഫിസിക്കൽ ലെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ്വർക്ക് യൂസ്ഡ് ഇൻ കേബിൾ TV കണക്ഷൻ ഈസ്? ഓപ്ഷൻ എ LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി MAN മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ സി WAN വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി PAN പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? കേബിൾ TV കണക്ഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നെറ്റ്വർക്കിലാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫുൾ ഫോം ഓഫ് OSI? ഓപ്ഷൻ എ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ, ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർ കണക്ഷൻ, ഓപ്ഷൻ സി ഓവർലാപ്പ്ഡ് ഇന്റർഫേസ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് ഇന്റർ കണക്ഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. OSIയുടെ ഫുൾ ഫോം എങ്ങനെയാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഷോസ് ദി കറക്റ്റ് അറേഞ്ച്മെന്റ് ഓഫ് നെറ്റ്വർക്ക്സ് ഫ്രം ദി സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ് നെറ്റ്വർക്ക്? ഓപ്ഷൻ എ LAN WAN MAN, ഓപ്ഷൻ ബി LAN MAN WAN, ഓപ്ഷൻ സി WAN LAN MAN, ഓപ്ഷൻ ഡി WAN MAN LAN. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? താഴെ കൊടുത്തിരിക്കുന്ന നെറ്റ്വർക്ക്സിനെ സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റ് നെറ്റ്വർക്കിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി LAN MAN WAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോമിൽ അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ചെറിയ ബിൽഡിങ്ങിൽ വരുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഒരു സിറ്റിയിൽ വ്യാപിച്ചെടുക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അടുത്ത വൈഡ് ഏരിയ നെറ്റ്വർക്ക് വിവിധ രാജ്യങ്ങൾ തമ്മിൽ കൺട്രീസ് ത്രൂ ഔട്ട് ദി കൺട്രി വിവിധ രാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ സ്മോളസ്റ്റ് ടു ദി ലാർജസ്റ്റ് എഴുതുമ്പോൾ ആദ്യം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, രണ്ടാമത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മൂന്നാമത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി LAN MAN WAN.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വിച്ച് ഓപ്പറേറ്റ്സ് ഇൻ വിച്ച് ലെയർ ഓഫ് OSI മോഡൽ? ഓപ്ഷൻ എ ഡാറ്റ ലിങ്ക് ലെയർ, ഓപ്ഷൻ ബി ഫിസിക്കൽ ലെയർ, ഓപ്ഷൻ സി നെറ്റ്വർക്ക് ലെയർ, ഓപ്ഷൻ ഡി സെഷൻ ലെയർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത് OSI മോഡലില് ഏത് ലെയറിലാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ഡാറ്റ ലിങ്ക് ലെയറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. UDP സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ എ യൂസർ ഡിഫൈൻഡ് പ്രോട്ടോകോൾ, ഓപ്ഷൻ ബി യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, ഓപ്ഷൻ സി യൂസർ ഡാറ്റാബേസ് പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി യൂസ്ഡ് ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? UDP അതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്? ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. IEEE സ്റ്റാൻഡേർഡ് ഓഫ് വൈഫൈ? ഓപ്ഷൻ എ 802.3, ഓപ്ഷൻ ബി 802.5, ഓപ്ഷൻ സി 802.11, ഓപ്ഷൻ ഡി 802.13. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? വൈഫൈയുടെ IEEE സ്റ്റാൻഡേർഡ് ഏതാണ്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 802.11. നോക്കുക, പ്രീവിയസ് ഉള്ളതാണ്. വൈഫൈ അതിന്റെ ഫുൾ ഫോം എങ്ങനെയാ? വയർലെസ് ഫിഡലിറ്റി. വയർലെസ് ഫിഡലിറ്റി. വൈഫൈയുടെ ഫുൾ ഫോം ആണ് വയർലെസ് ഫിഡലിറ്റി. അടുത്തും പ്രീവിയസ്. ഫാദർ ഓഫ് വൈഫൈ, വൈഫൈയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? വിക് ഹൈസ്. ഫാദർ ഓഫ് വൈഫൈ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിക് ഹൈസ് അല്ലെങ്കിൽ വിക്ടർ ഹൈസ്. PSC ഓപ്ഷനിൽ വിക് ഹൈസ്. നമ്മൾ ചോദിച്ചത് ആ വൈഫൈയുടെ IEEE സ്റ്റാൻഡേർഡ് ഏത്? വൈഫൈയുടെ IEEE സ്റ്റാൻഡേർഡ് ആണ് 802.11. ഓർത്ത് വയ്ക്കുക, IEEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്. പിന്നെ ഓർത്ത് വയ്ക്കുക, വൈഫൈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ത്രൂ റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് വഴിയാണ് വൈഫൈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതും പ്രീവിയസ്. കമ്മ്യൂണിക്കേഷൻ ത്രൂ റേഡിയോ വേവ്സ്. അതിന്റെ ഫുൾ ഫോം വയർലെസ് ഫിഡലിറ്റി. അതിന്റെ ഫാദർ ഓഫ് വൈഫൈ എന്നറിയപ്പെടുന്നത് വിക് ഹൈസ്. ആ വൈഫൈയുടെ IEEE സ്റ്റാൻഡേർഡ് ആണ് 802.11. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിസ്റ്റം ഓഫ് 128-bit നമ്പർ ഓഫ് IP അഡ്രസ്സിംഗ് ഈസ് റിഫേർഡ് ആസ്? ഓപ്ഷൻ എ IPv1, ഓപ്ഷൻ ബി IPv6, ഓപ്ഷൻ സി IPv4, ഓപ്ഷൻ ഡി IPv2. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? 128-bit IP അഡ്രസ്സിംഗ് അറിയപ്പെടുന്ന പേരെന്താണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി IPv6 അല്ലെങ്കിൽ IP വേർഷൻ 6, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 6. 128-bit IP അഡ്രസ്സിംഗ് ചോദിക്കുകയാണെങ്കിൽ IPv6ഉം 32-bit IP അഡ്രസ്സിംഗ് ചോദിക്കുകയാണെങ്കിൽ IP വേർഷൻ 4ഉം IPv4ഉം. മറന്നു പോകരുത്, 128-bit IP അഡ്രസ്സിംഗ് ആണെങ്കിൽ IP വേർഷൻ 6ഉം 32-bit IP അഡ്രസ്സിംഗ് ആണെങ്കിൽ IP വേർഷൻ 4ഉം ആണ്. ഇപ്പൊ നമ്മൾ ചോദിച്ചത് 128-bit ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി IP വേർഷൻ 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 or more computers connected close together in a local area, example building or office, is called? Option A MAN, option B LAN, option C WAN, option D PAN. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്താണ് ക്ലോസ് ടുഗദർ ഇൻ എ ലോക്കൽ ഏരിയ, അതായത് ഒരു ബിൽഡിങ്ങിലോ ഒരു ഓഫീസിലോ. അങ്ങനെ നെറ്റ്വർക്കിന് അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ OSI മോഡൽ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ്. OSI മോഡലില് ആകെ എത്ര ലെയേഴ്സ് ഉണ്ട്? 7 ലെയേഴ്സ്. പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ പ്രോട്ടോകോൾ? ഓപ്ഷൻ എ സെറ്റ് ഓഫ് റൂൾസ് അബൌട്ട് ഹൗ ഡാറ്റ ഈസ് മൂവ്ഡ്, ഓപ്ഷൻ ബി എ ഡിജിറ്റൽ സിഗ്നൽ നോട്ട് അനലോഗ്, ഓപ്ഷൻ സി ദി ലാംഗ്വേജ് ഓഫ് വെബ് പേജസ്, ഓപ്ഷൻ ഡി ഡാറ്റാബേസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? എന്താണ് പ്രോട്ടോകോൾ? എന്താണ് പ്രോട്ടോകോൾ? നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രോട്ടോകോൾ. എ സെറ്റ് ഓഫ് റൂൾസ് അബൌട്ട് ഹൗ ഡാറ്റ ഈസ് മൂവ്ഡ്, എങ്ങനെയാണ് ഡാറ്റ മൂവ് ചെയ്യുന്നത്, അത് പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ സെറ്റ് ഓഫ് റൂൾസ് അബൌട്ട് ഹൗ ഡാറ്റ ഈസ് മൂവ്ഡ്.
നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രോട്ടോകോൾ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. IEEE സ്റ്റാൻഡേർഡ് ഓഫ് ഈതർനെറ്റ്. ഓപ്ഷൻ എ 802.3, ഓപ്ഷൻ ബി 802.5, ഓപ്ഷൻ സി 802.11, ഓപ്ഷൻ ഡി 802.13. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഈതർനെറ്റിന്റെ IEEE സ്റ്റാൻഡേർഡ് എത്രയാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ 802.3. മറന്നു വരുത്, ഈതർനെറ്റിന്റെ IEEE സ്റ്റാൻഡേർഡ് ആണ് 802.3. വൈഫൈ ചോദിക്കുകയാണെങ്കിൽ 802.11. ഇത് രണ്ടും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോരുത്. വൈഫൈ 802.11ഉം ഈതർനെറ്റ് ആണെങ്കിൽ 802.3ഉം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാർ നെറ്റ്വർക്ക് ഹാസ് എ സെൻട്രൽ കണക്ഷൻ പോയിന്റ് കോൾഡ്. ഓപ്ഷൻ എ മദർ ബോർഡ്, ഓപ്ഷൻ ബി പ്രൊസസർ, ഓപ്ഷൻ സി ഹബ്ബ്, ഓപ്ഷൻ ഡി DB. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചത്? സ്റ്റാർ നെറ്റ്വർക്കിലെ സെൻട്രൽ കണക്ഷൻ പോയിന്റ് അറിയപ്പെടുന്ന പേരെന്താണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഹബ്ബ്. എന്താണ് സ്റ്റാർ നെറ്റ്വർക്ക്? എല്ലാ കമ്പ്യൂട്ടേഴ്സും ഒരു സെൻട്രൽ കണക്ഷൻ പോയിന്റിലേക്ക് കണക്ട് വെച്ചേക്കാണ്. സെൻട്രൽ കണക്ഷൻ പോയിന്റ് അതിന്റെ പേരാണ് ഹബ്ബ്. അതിലേക്ക് കമ്പ്യൂട്ടേഴ്സ് കണക്ട് വെച്ചേക്കാം. ഇവിടുന്ന് ഇന്റർനെറ്റ് നോക്കാം. ഇപ്പൊ ഇതില് ഒരു കമ്പ്യൂട്ടർ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതില് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഇങ്ങോട്ടുള്ള കണക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എൻ്റയർ കണക്ഷൻ ഫെയിൽ ആവുന്നില്ല. ഇങ്ങോട്ടുള്ള ഈ കമ്പ്യൂട്ടറിലേക്കുള്ള ആക്സസ് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷേ ഈ സെൻട്രൽ കണക്ഷൻ പോയിന്റ് ഹബ്ബ് ഫെയിൽ ആയ എൻ്റയർ നെറ്റ്വർക്ക് ഫെയിൽ ആവും. ഇതാണ് സ്റ്റാർ നെറ്റ്വർക്ക്. എല്ലാ കമ്പ്യൂട്ടേഴ്സും ഒരു സെൻട്രൽ നെറ്റ്വർക്കിലേക്ക്, ഒരു സെൻട്രൽ കണക്ഷൻ പോയിന്റിലേക്ക് കണക്ട് വെച്ചിരിക്കുന്നു. അതിന്റെ പേരാണ് ഹബ്ബ്. ഇപ്പൊ അതിൽ ഒരു കമ്പ്യൂട്ടർ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിലേക്കുള്ള ആക്സസ് മാത്രമാണ് ഫെയിൽ ആവുന്നുള്ളൂ. പക്ഷേ ഈ ഹബ്ബ് ഫെയിൽ കഴിഞ്ഞാൽ എൻ്റയർ കണക്ഷൻ മൊത്തം ഫെയിൽ ആയി പോകും, എൻ്റയർ നെറ്റ്വർക്ക് ഫെയിലർ ആയി പോകും. നമ്മൾ ചോദിച്ചത് സ്റ്റാർ നെറ്റ്വർക്കിലെ സെൻട്രൽ കണക്ഷൻ പോയിന്റ് അറിയപ്പെടുന്ന പേരെന്താണ്? ഹബ്ബ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഹബ്ബ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ദി ടെർമിനൽസ് ആർ കണക്റ്റഡ് ടു ദി മെയിൻ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഡാറ്റാബേസ്, ഓപ്ഷൻ ബി സെർവർ, ഓപ്ഷൻ സി ക്ലയന്റ്, ഓപ്ഷൻ ഡി CPU. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? എല്ലാ ടെർമിനൽസും കണക്റ്റഡ് ടു ദി മെയിൻ കമ്പ്യൂട്ടർ, മെയിൻ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആ മെയിൻ കമ്പ്യൂട്ടർ അറിയപ്പെടുന്ന പേരെന്താണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സെർവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫുൾ ഫോം ഓഫ് NIC. ഓപ്ഷൻ എ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, ഓപ്ഷൻ ബി നെറ്റ്വർക്ക് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ സി നാച്ചുറൽ ഇന്റർഫേസ് കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് ഇന്റർനാഷണൽ കാർഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? NIC അതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫുൾ ഫോം ഓഫ് ICMP. ഓപ്ഷൻ എ ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് പ്രൊവൈഡർ, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് കൺട്രോൾ മാനിപ്പുലേഷൻ പ്രോട്ടോകോൾ, ഓപ്ഷൻ സി ഇന്റേണൽ കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? ICMP അതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഡിവൈസ് ദാറ്റ് ഇൻക്രീസസ് ദി പവർ ഓഫ് എ സിഗ്നൽ ആൻഡ് റീട്രാൻസ്മിറ്റ്സ് ഇറ്റ് അലോവിംഗ് ഇറ്റ് ടു ട്രാവൽ ഫർദർ? ഓപ്ഷൻ എ ഹബ്ബ്, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി റൂട്ടർ, ഓപ്ഷൻ ഡി റിപ്പീറ്റർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? അതായത് താഴെ കൊടുത്തിരിക്കുന്നത് ഏത് ഡിവൈസ് ആണ് പവർ ഓഫ് എ സിഗ്നൽ ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ റീട്രാൻസ്മിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് വിടും, അങ്ങനെ ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി റിപ്പീറ്റർ. increases the power of a signal and retransmits it, allowing it to travel further. 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി റിപ്പീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ടർ ഓപ്പറേറ്റ് ഇൻ വിച്ച് ലെയർ ഓഫ് OSI മോഡൽ? ഓപ്ഷൻ എ ഫിസിക്കൽ, ഓപ്ഷൻ ബി ഡാറ്റ ലിങ്ക്, ഓപ്ഷൻ സി നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി ട്രാൻസ്പോർട്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? OSI മോഡലില് റൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ലെയറിലാണ്?
18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, നെറ്റ്വർക്ക് ലെയറിൽ. റൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈസ് ഓഫ് മാക് അഡ്രസ്. ഓപ്ഷൻ എ 16 ബിറ്റ്സ്, ഓപ്ഷൻ ബി 24 ബിറ്റ്സ്, ഓപ്ഷൻ സി 32 ബിറ്റ്സ്, ഓപ്ഷൻ ഡി 48 ബിറ്റ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? സൈസ് ഓഫ് മാക് അഡ്രസ്, മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്. മാക്കിന്റെ സൈസ് എത്രയാണ്? 19ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, 48 ബിറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മീഡിയം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് ഹൈ സ്പീഡ് ഓവർ ഇന്റർനെറ്റ്. ഓപ്ഷൻ എ ഒപ്റ്റിക്കൽ ഫൈബർ, ഓപ്ഷൻ ബി ട്വിസ്റ്റഡ് പെയർ, ഓപ്ഷൻ സി കൊയാക്സിയൽ കേബിൾ, ഓപ്ഷൻ ഡി നൺ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? ഹൈ സ്പീഡ് നെറ്റ്വർക്കിന്, ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയ ഇത്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, ഒപ്റ്റിക്കൽ ഫൈബർ, OFC. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷന് ഉപയോഗിക്കുന്ന മീഡിയം. 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, ഒപ്റ്റിക്കൽ ഫൈബർ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫുൾ ഫോം ഓഫ് FTP. FTPയുടെ ഫുൾ ഫോം എങ്ങനെയാണ്? ഓപ്ഷൻ എ ഫയൽ ടെക്സ്റ്റ് പ്രോട്ടോകോൾ, ഓപ്ഷൻ ബി ഫയൽ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ, ഓപ്ഷൻ സി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി ഫയൽ ട്വിസ്റ്റ് പ്രോട്ടോകോൾ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? FTPയുടെ ഫുൾ ഫോം എങ്ങനെയാണ്? 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ലെയർ ഇൻ വിച്ച് കൺവേസ് പാക്കറ്റ്സ്. ഓപ്ഷൻ എ ഫിസിക്കൽ, ഓപ്ഷൻ ബി ഡാറ്റ ലിങ്ക്, ഓപ്ഷൻ സി നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി ട്രാൻസ്പോർട്ട്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? ISO OSI റെഫറൻസ് മോഡലില് ഏത് ലെയറിലാണ് പാക്കറ്റ്സ് കൺവേ ചെയ്യണത്? പാക്കറ്റ്സ് കൺവേ ചെയ്യുന്ന ലെയർ ഏത്? 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിലാണ് പാക്കറ്റ്സ് കൺവേ ചെയ്യുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, നെറ്റ്വർക്ക് ലെയർ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 32 ബിറ്റ് IP അഡ്രസ്സിംഗ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ IPv1, ഓപ്ഷൻ ബി IPv2, ഓപ്ഷൻ സി IPv6, ഓപ്ഷൻ ഡി IPv4. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? 32 ബിറ്റ് IP അഡ്രസ്സിംഗ് അറിയപ്പെടുന്ന പേരെന്താണ്? 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, IPv4. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. 32 ബിറ്റ് IP അഡ്രസ്സിംഗ് അറിയപ്പെടുന്ന പേരാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4. ഇനി 128 ബിറ്റ് IP അഡ്രസ്സിംഗ് നോൺ ആസ് IP വേർഷൻ 6. മാറിപ്പോരുത്. 128 ബിറ്റ് ആണെങ്കിൽ IP വേർഷൻ 6ഉം 32 ബിറ്റ് ആണെങ്കിൽ IP വേർഷൻ 4ഉം. നമ്മൾ ചോദിച്ചത് 32 ബിറ്റ് IP അഡ്രസ്സിംഗ് ഇസ് നോൺ ആസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, IPv4. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഈസ്. ഓപ്ഷൻ എ LAN, ഓപ്ഷൻ ബി MAN, ഓപ്ഷൻ സി ഇന്റർനെറ്റ്, ഓപ്ഷൻ ഡി PAN. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏത്? 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഇന്റർനെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യനാ. ഫുൾ ഫോം ഓഫ് ISP. ഓപ്ഷൻ എ ഇന്റർനാഷണൽ സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് സെർച്ച് പ്രൊവൈഡർ, ഓപ്ഷൻ സി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് സർവീസ് പ്രൊഡക്ടിവിറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? ISP അതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്? 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. എക്സാമ്പിൾ ആണ് BSNL, റിലയൻസ് ഒക്കെ. BSNLും റിലയൻസ് ഒക്കെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് എക്സാമ്പിൾ ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ISP അതിന്റെ ഫുൾ ഫോം. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എക്സാമ്പിൾ ആണ് BSNLും റിലയൻസ് ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഹാർഡ്വെയർ ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ഇന്റർകണക്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്? ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി റിപ്പീറ്റർ, ഓപ്ഷൻ സി ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി ഗേറ്റ്വേ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഏത് ഹാർഡ്വെയർ ഡിവൈസ് ആണ് ഇന്റർകണക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്? 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, ഗേറ്റ്വേ. കേരള PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യനാ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഗേറ്റ്വേ. ഇനി ക്വസ്റ്റ്യൻ തിരിച്ചാണ്. സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് സെയിം പ്രോട്ടോകോൾസ്. അതിന്റെ ആൻസർ ചോദിക്കണമെങ്കിൽ റൂട്ടർ ആണ്.
ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ആണെങ്കിൽ ഗേറ്റ് വേ, സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് സെയിം പ്രോട്ടോകോൾ ആണെങ്കിൽ റൂട്ടറും ആണ്. നമ്മൾ ചോദിച്ചത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, ഗേറ്റ് വേ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് ഇന്റർകണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് വിത്തിൻ എ സിറ്റി ഈസ് കോൾഡ്. ഓപ്ഷൻ എ വാൻ, ഓപ്ഷൻ ബി മാൻ, ഓപ്ഷൻ സി ലാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അത് ഇന്റർകണക്ട് ചെയ്യുന്നത് ഒരു സിറ്റിക്കകത്താണ്. അതിന് പറയുന്ന പേരെന്താണ്? സിറ്റിക്കകത്താണെങ്കിൽ 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കമ്പ്യൂട്ടിംഗ് ദ ടേം IP മീൻസ്. ഓപ്ഷൻ എ ഇൻസേർട്ട് പിൻ, ഓപ്ഷൻ ബി ഇന്റർനാഷണൽ പിൻ, ഓപ്ഷൻ സി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് പിൻ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ ഇൻ കമ്പ്യൂട്ടിംഗിൽ ദ ടേം IP മീൻസ്. IP അതിന്റെ ഫുൾ ഫോം എന്താണ്? 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് റിവേഴ്സ് ടു എ സ്മോൾ സിംഗിൾ സൈറ്റ് നെറ്റ്വർക്ക്? ഓപ്ഷൻ എ ലാൻ, ഓപ്ഷൻ ബി DSL, ഓപ്ഷൻ സി USB, ഓപ്ഷൻ ഡി റാം. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സ്മോൾ സിംഗിൾ സൈറ്റ് നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 29ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കളക്ഷൻ ഓഫ് പാരലൽ ലൈൻസ് ദാറ്റ് കണക്ട്സ് സെവറൽ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. ഓപ്ഷൻ എ ബസ്, ഓപ്ഷൻ ബി ലിങ്ക്, ഓപ്ഷൻ സി ബൈഡയറക്ഷണൽ വയേഴ്സ്, ഓപ്ഷൻ ഡി കേബിൾസ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, ബസ്. എ കളക്ഷൻ ഓഫ് പാരലൽ ലൈൻസ് ദാറ്റ് കണക്ട്സ് സെവറൽ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ബസ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫോളോവിംഗ് ടോപ്പോളജി ഹാസ് ഹയസ്റ്റ് റിലയബിലിറ്റി? ഓപ്ഷൻ എ മെഷ്, ഓപ്ഷൻ ബി റിംഗ്, ഓപ്ഷൻ സി ബസ്, ഓപ്ഷൻ ഡി സ്റ്റാർ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന ടോപ്പോളജിയിൽ ഏതിനാണ് ഹയസ്റ്റ് റിലയബിലിറ്റി? 31ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, മെഷ്. മെഷ് ടോപ്പോളജിക്കാണ് ഹയസ്റ്റ് റിലയബിലിറ്റി. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിവൈസ് ദാറ്റ് മോഡുലേറ്റ് സിഗ്നൽസ് to encode digital information and demodulates signals to decode the transmitted information is dash. Option A modem, option B decoder, option C encoder, option D modulator. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കാനും ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം ഡിവൈസ് ചെയ്ത്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, മോഡം. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. മോഡത്തിന് ഫുൾ ഫോം ആണ് മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. ഇതാണ് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കുന്നതും ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കാനും ഉപയോഗിക്കുന്ന ഡിവൈസ്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, മോഡം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. TCP സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോസസ്സിംഗ്, ഓപ്ഷൻ ബി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഓപ്ഷൻ സി ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോസസ്സിംഗ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ TCP ഇതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്? 33ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34. കമ്പ്യൂട്ടേഴ്സ് ആർ ലിങ്ക്ഡ് വേൾഡ് വൈഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഇമെയിൽ, ഓപ്ഷൻ ബി യുണിക്സ്, ഓപ്ഷൻ സി ഡോസ്, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ്. കമ്പ്യൂട്ടേഴ്സ് ആർ ലിങ്ക്ഡ് വേൾഡ് വൈഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് കോൾഡ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, ഇന്റർനെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവറി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദി ഇന്റർനെറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ എ യുണീക് 4-part സ്ട്രിംഗ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ IP അഡ്രസ്, ഓപ്ഷൻ ബി സബ് ഡൊമൈൻ നെയിം, ഓപ്ഷൻ സി ഡൊമൈൻ നെയിം, ഓപ്ഷൻ ഡി ഹോസ്റ്റ് നെയിം. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ എവറി കമ്പ്യൂട്ടർ ഓരോ കമ്പ്യൂട്ടറും കണക്റ്റഡ് ടു ദി ഇന്റർനെറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ എ യുണീക് 4-part സ്ട്രിംഗ്. ഒരു യുണീക്ക് ആയിട്ടുള്ള 4-part സ്ട്രിംഗ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, IP അഡ്രസ്. അതിന് എക്സാമ്പിൾ ആണ് 192.168.1.1 4-part സ്ട്രിംഗ്. ഇതിനെ പറയുന്ന പേരാണ് IP അഡ്രസ്. 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, IP അഡ്രസ്.
Every computer connected to the internet is identified by a unique 4-part string is known as IP address. An example ആണ് പറഞ്ഞ ഏരിയയാണ് ഒരു IP അഡ്രസ്സിന്റെ നമ്പർ ഏരിയയാണ് 192.168.1.1. 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ IP അഡ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഓഫ് ദി മോഡം ഈസ് മെഷേർഡ് ഇൻ ഓപ്ഷൻ എ ബൈറ്റ്സ് പെർ മിനിറ്റ്, ഓപ്ഷൻ ബി ബിറ്റ്സ് പെർ സെക്കൻഡ്, ഓപ്ഷൻ സി ബൈറ്റ്സ് പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി ബിറ്റ്സ് പെർ മില്ലി സെക്കൻഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? സ്പീഡ് ഓഫ് ദി മോഡം ഈസ് മെഷേർഡ് ഇൻ, മോഡത്തിന്റെ സ്പീഡ് മെഷർ ചെയ്യണ യൂണിറ്റ് ചെയ്ത്. 36ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി വേൾഡ് വൈഡ് വെബ് അഡ്രസ് ഓഫ് എ സർട്ടൻ സൈറ്റ് ഈസ് ദി ഡാഷ്. ഓപ്ഷൻ എ ISP, ഓപ്ഷൻ ബി HTML, ഓപ്ഷൻ സി URL, ഓപ്ഷൻ ഡി ബ്രൗസർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേ? ഒരു വെബ്സൈറ്റ് അഡ്രസ് അതിന് പറയുന്ന പേരെന്താണ്? നമ്മൾ www.google.com നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ മോൾ ഭാഗത്ത് സ്പേസിൽ www.google.com സെർച്ച് ചെയ്യണം. ഈ വെബ്സൈറ്റ് അഡ്രസ് ഇതിന് പറയുന്ന പേരെന്താണ്? ദി വേൾഡ് വൈഡ് വെബ് അഡ്രസ് ഓഫ് എ സർട്ടൈൻ സൈറ്റ് ഈസ് ദി ഡാഷ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി URL. URL എന്നാണ് അതറിയപ്പെടുന്നത്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. URLന്റെ ഫുൾ ഫോം. URLന്റെ ഫുൾ ഫോം എങ്ങനെയാ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, മറന്നു വരുത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി URL. URLന്റെ ഫുൾ ഫോം ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് HTTP അല്ലെങ്കിൽ HTTPS സെക്യൂർ അതിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ അതിലാണ് URL ബിഗിൻ ചെയ്യാൻ ആരംഭിക്കുന്നത്. നമ്മൾ ചോദിച്ചത് ദി വേൾഡ് വൈഡ് വെബ് അഡ്രസ് ഓഫ് എ സർട്ടൈൻ സൈറ്റ് ഈസ് ദി ഡാഷ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി വെബ് പേജ് ദാറ്റ് അപ്പിയേഴ്സ് ആൻഡ് യുവർ ബ്രൗസർ യൂസസ് വെൻ ഇറ്റ് ഓപ്പൺസ് അപ്പ്? ഓപ്ഷൻ എ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ബി ബ്രൗസർ, ഓപ്ഷൻ സി വെബ്സൈറ്റ്, ഓപ്ഷൻ ഡി ഹോം പേജ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേ? നമ്മൾ ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ആദ്യം കാണുന്ന പേജ് അതിന് പറയുന്ന പേരെന്താന്ന്? 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ഹോം പേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി മെയിൻ ഹാർഡ്വെയർ യൂസ്ഡ് ടു ആക്സസ് എ LAN റിസോഴ്സ് ഈസ്. ഓപ്ഷൻ എ മദർ ബോർഡ്, ഓപ്ഷൻ ബി NIC നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, ഓപ്ഷൻ സി RAM, ഓപ്ഷൻ ഡി ഹാർഡ് ഡിസ്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഒരു LAN റിസോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ഏത്? 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി NIC. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40. വാട്ട് ഈസ് ദി അക്രോണിയം ഫോർ LAN? ഓപ്ഷൻ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി ലോക്കൽ ആക്സസ് നെറ്റ്വർക്ക്, ഓപ്ഷൻ സി ലൈൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഓപ്ഷൻ ഡി ലൈൻലെസ് നെറ്റ്വർക്കിംഗ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? LAN അതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്? 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, താങ്ക് യു.